ജനം ടിവിയെ പാസ്റ്റർമാരുടെ മഹത്വം പഠിപ്പിക്കാനിറങ്ങിയ പാസ്റ്റർക്കെതിരെ ലൈംഗിക ആരോപണം. എൻ ടൈം ഗോസ്പൽ മിനിസ്ട്രീസ് പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരെയാണ് ആരോപണം. പ്രാർത്ഥനയ്ക്കെത്തിയ വീട്ടിലെ വിധവയായ യുവതിയെ കടന്നുപിടിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. ഒരു 90-കൾ മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരെ നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ യുവമാര് വീടുകളിൽ കയറിയിട്ട് ഭഗവത്ഗീത എടുത്തെറിയുക, രാമായണം എടുത്തെറിയുക, അതിനുശേഷം സുവിശേഷം കൊണ്ടവിടെ വെക്കുക. അപ്പം യുവമാർ ഈ കലാപരിപാടി നടത്തുന്ന സമയത്താണ് നമ്മുടെ സ്വാമി സത്യാനന്ദ സരസ്വതിയെ പോലുള്ള ആൾക്കാർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പ്രസംഗിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഹിന്ദുമത കൺവെൻഷൻ ചെറുകോൽപ്പുഴ നടന്നു കഴിയുമ്പോൾ ഉദ്ഘാടനം കഴിയുമ്പോൾ അവരെല്ലാം ഇറങ്ങുകയാണെന്ന് പാസ്റ്റർമാരെ അടിക്കാൻ. എന്റെ പൊന്നു സ്നേഹിത, ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ ഈ ലോകപ്രകാരം അടിവാളം പിടിച്ചുകൊണ്ടൊക്കെ നടന്നൊരു കാലഘട്ടം നമ്മുടെ പിന്നിലുണ്ട്. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ജനം ടി വി നൽകിയ വാർത്തകളിൽ വിറളി പൂണ്ട് പാസ്റ്റർ സോളമൻ കോട്ടയം ചെയ്ത വീഡിയോ ആണിത്. പാസ്റ്റർമാരുടെ മഹത്വവും പ്രവർത്തനവും ഇയാൾ വീഡിയോയിലൂടെ ജനം ടി വിയെ പഠിപ്പിക്കുന്നു. ഒപ്പം വടിവാളുമായി ഗുണ്ടയായി വിലസിയ ഭൂതകാലം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ ടൈം ഗോസ്പൽ മിനിസ്ട്രീസ് പാസ്റ്ററായ ഈ സോളമന്റെ യഥാർത്ഥ രൂപം ഇനി കണ്ടോളൂ. അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയും പിന്നെ റെസ്റ്റ് എടുത്തിട്ട് ദൂരെ ഇപ്പൊ 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞങ്ങ് വിട്ടു. അദ്ദേഹം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ ക്ഷീണമാണെന്നും പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരി മാറ്റുകയായിരുന്നു. ബനിയൻ ഇട്ടുകൊണ്ട് മാത്രമാണ്. ഈ സഹോദരി അടുക്കള നിന്ന സമയത്ത് ചായ എടുത്തുകൊണ്ട് നിന്ന സമയത്ത് അവിടേക്ക് പുള്ളിക്കാരിയെ കടന്നു പിടിക്കാൻ ചൊല്ലുക. പകൽ സുവിശേഷവും രാത്രി ലൈംഗിക അതിക്രമണവുമാണ് ശീലം. പ്രാർത്ഥനയ്ക്കെത്തിയ വീട്ടിലെ വിധവയെയാണ് ഇയാൾ കടന്നുപിടിച്ചത്. ഒപ്പമുണ്ടായിരുന്നവരെ പറഞ്ഞുവിട്ട ശേഷമാണ് സോളമന്റെ ആക്രമണം. തന്റെ ഭാര്യ രോഗബാധിതയാണ്, ഉടൻ മരിക്കുമെന്നും തന്നോടൊപ്പം ജീവിക്കണമെന്നും ഇയാൾ വിധവയോട് ആവശ്യപ്പെട്ടു. ശാരീരികമായും മാനസികവുമായുമുള്ള ചൂഷണമാണ് സോളമനിൽ നിന്ന് യുവതി നേരിട്ടത്. ഇരയായ യുവതിയുടെ സുഹൃത്താണ് ജനം ടി വിയോട് വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നിട്ട് പറഞ്ഞ ഭാര്യയ്ക്ക് എന്തോ രോഗമാണ്, ബ്രെയിനിനകത്ത് എന്തോ ട്യൂമറാണ്, ഉടനെ തന്നെ ഭാര്യ മരിച്ചു പോകും, അപ്പം നിങ്ങൾ വിധവയല്ലേ, എന്നിട്ട് നിങ്ങൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് ആ സഹോദരിയോട് ഇദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ദൈവത്തിന്റെ നാമം പറഞ്ഞ് പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള സ്ത്രീകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളപ്രവാചകന്മാരാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് പോകും, പ്രാർത്ഥിക്കാനാണ് വീട്ടിൽ വന്നിട്ട് നമ്മളെ ശാരീരികമായി ഉപയോഗിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനു വാഴമുട്ടവും സോളമനും ഉൾപ്പെടെയുള്ള തട്ടിപ്പ് പാസ്റ്റർമാരുടെ പീഡനങ്ങൾ പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭീഷണി ഭയന്നാണ് പല സ്ത്രീകളും മൗനം പാലിച്ചത്. ഇത്തരക്കാർക്കെതിരെ ജനം ടി വി നൽകിയ വാർത്തകൾ പാസ്റ്റർമാരുടെ പീഡനങ്ങൾ തുറന്നു പറയാൻ ഇരകൾക്ക് ധൈര്യം നൽകുന്നു. ജനം, പത്തനംതിട്ട.